ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശ്രേയക്കുട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ രാവിലെ ഫുഡ് ഒരു ഇലട പോലത്തെ സംഭവമാണ് ഗൈസ്. അതും പഞ്ചസാരയാണ് കഴിക്കുന്നത്. കറി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കറി വേണ്ടായിരുന്നു, പഞ്ചസാര കഴിക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് കഴിച്ചു നോക്കാം. പകുതി ആട്ടോ കഴിച്ചിട്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഈ സാധനം അറിയോ? എന്തോ ഇലട പോലത്തെ എന്തോ ഒരു സംഭവമാണ് ആവിക്ക് വെച്ചുണ്ടാക്കുന്നതിന്. ടേസ്റ്റ് ആട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല ക്രിസ്പിനെസ് പറ്റ സാധനമാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. നേഴ്സിം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പഠിക്കാനുണ്ട്, ഹോംവർക്കൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കാനാണുള്ളത്. അതാ പഠിക്കലാണ്. പഠിക്കാം. പിന്നെ നമുക്ക് ക്യാമറ ഇവിടെ വെക്കാം. ഈ വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, കാരണം വെച്ചാൽ ലൈറ്റ് ഇട്ടല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ്. നമുക്ക് പഠിക്കാൻ എനിക്ക് യൂസ് ആട്ടോ. പഠിക്കാനുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കണം. ഇപ്പോൾ ക്ലാസ് ടെസ്റ്റൊക്കെ വരും ഈ അടുത്ത്. അപ്പോൾ അത് ഇതാക്കും. നമുക്ക് പഠിച്ചിട്ട് കാണാം. ബൈ ബൈ. ഗൈസ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 2 ഈത്തപ്പഴം, ഒരു 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കഴിക്കാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ചിത്രം വരക്കലാണ് ഗൈസ്. ഒരു പൊലിയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് പൊലി? സൂപ്പറല്ലേ? കമ്മില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോക്കാണ്. ചിക്കൻ പൊരിച്ചുണ്ട് ഗൈസ് ചോറിന്. പിന്നെ കോവക്ക വറവില്ലേ അതുണ്ട്. പൊട്ടാറ്റോ ഫ്രൈ എത്ര ആക്കിയിട്ടുണ്ട് അത് കമൻറ്റ് ചെയ്യണേ. ഇതാ വെള്ളരിക്ക കറി, പിന്നെ ചോറും പിന്നെ വെള്ളം. നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ മാത്രം മതി ചോറ് നെയ്യാൻ. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ചിക്കൻ പൊരിച്ചും ഉണ്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ചിക്കൻ പൊരിച്ചതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പൊട്ടാറ്റോ ഫ്രൈ കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ചോറ് മുന്നേ ഇതാ കർട്ടനൊക്കെ മറക്കുകയാണ്. എനിക്ക് അരമലിൻ്റെ അവിടെ വരെ എത്തും കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ മറക്കിയിട്ട് ഇപ്പോഴത്തെ സൈഡൊക്കെ മറക്കണം. കർട്ടനൊക്കെ മറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അറ്റത്ത് നിന്ന് മുകളിൽ പിടിച്ച് താത്തണം. താഴ്ന്ന് പിടിച്ച് താത്തി ആവത്തില്ല, മൊത്തം പോടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ടിക്കിന് താഴ്ന്നു പിടിച്ചാത്തണം. അപ്പം നമ്മൾ ടേബിളിലൊക്കെ ഇരിക്കാൻ പോക്കാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാണ് ഗൈസ് ഞാൻ വരച്ച പുലി. കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യണേ. ഞാൻ വരച്ച പുലി ഈ വീഡിയോയിൽ ഭയങ്കര ലൈറ്റിൻ്റെ കുറവുണ്ടാവും കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കരുത്. ഞാൻ കണ്ടോ കറക്റ്റം പോലും ആക്കിയിട്ടില്ലേനു. ആക്കും കേട്ടോ ഞാൻ ഗൈസ്. ഞാൻ വരക്കുമ്പോൾ എൻ്റെ പുലി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഗൈസ്. ഞാൻ വൈകുന്നേരമായി കുളിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അവിയൽ തിന്നലാണ്. അവിയൽ തിന്ന ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യണേ. പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ്. ചെയറ് വലിക്കാൻ ഭയങ്കര വെയിറ്റ് കേട്ടോ ചെയറിന്. ചെയറൊക്കെ വലിച്ചിട്ട് നമ്മൾ അവിയൽ വെള്ളവിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളവിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്ര വേണമെങ്കിൽ ഞാൻ തിന്നും.
അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷത്തായ രാത്രി എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. എന്നിട്ട് നമ്മളെ ക്ലാസ് ടീച്ചർ അൻഡപ്പി മാമും നമ്മളെ ഒരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്, എന്തോ ഒരു ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വേഴ്സിൻ്റെ ഒന്നാണ്. അപ്പോൾ നമ്മൾ റോസ് ഉണ്ട്. അപ്പോൾ എ റോ ഉണ്ട്, ബി റോ ഉണ്ട്, സി റോ ഉണ്ട്. അപ്പോൾ ആ റോയിലുള്ള കുട്ടികൾ ഓരോരോ ഫസ്റ്റ് വേഴ്സ് എടുക്കും. അപ്പുറത്തെ റോയിലുള്ള ഇപ്പോൾ ഈദ് മുബാറക്, പെരുന്നാൾ അങ്ങനത്തെ ഒക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ റോളിൽ 2 ബെഞ്ചും കൂടി തീരുമാനിച്ചത് ക്രിസ്മസ് വേഗം പിടിച്ചു. അപ്പോൾ ക്രിസ്മസിന് എനിക്ക് റെഡോ അല്ലെങ്കിൽ വൈറ്റോ ഫ്രോക്ക് ഇട്ടിട്ട് പോകണം. പിന്നെ പാട്ടും ഉണ്ട്, ഞാനാണ് പാട്ട് പഠിച്ചിട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ അതിൻ്റെ പാട്ട് ഞാൻ പഠിക്കലാട്ടോ. പിന്നെ അഗിഞ്ഞെന്ന് പറയുന്ന കുട്ടിയാണ് നമുക്ക് സ്പീച്ച് കൊണ്ടിരുന്നത്, എൻ്റെ ഫ്രണ്ട് കേട്ടോ. ശ്രീലയാണ് നമുക്ക് പാട്ട് പറഞ്ഞു തന്നത്. ക്രിസ്മസിൻ്റെ വിഷുവൊക്കെ ആകുമ്പോൾ അവിടെ അപ്പുറത്തെ റോയിൽ കണിയൊക്കെ ഒരുക്കണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ വേഗം ക്രിസ്മസ് വിളിച്ചതാണ് ഗൈസ്. വളരെ രസമില്ല ക്രിസ്മസിൽ. അപ്പം ഞാനതാ പാട്ടൊക്കെ പഠിക്കലാണ് ഗൈസ്. ഞാൻ പാട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഈ പാട്ട് പാടണോ വീട്ടിലെന്ന്. ഞാൻ ഈ വലിയൊരു ബുക്കാണ് ഗൈസ്, ഈ വലിയൊരു ബുക്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാം ഗൈസ്. ഓൾ സബ്ജക്റ്റ് ആൻഡ് യൂട്യൂബ് തിങ്സ് ഓൾസോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രോ ചെയ്തതാണ്. നമ്പർ 1 ഇതൊക്കെയാണ് ഞാൻ ഡ്രോ ചെയ്തത്. ഞാൻ നമ്പർ 1 ഇട്ട് കാണിച്ചു തരാം. നമ്പർ 1 ഈ ഡോറയാണ്. നമ്പർ 2 ഈ ട്രീ ആണ്. നമ്പർ 3 ഇത് ഈ ഒരു പെൻസിൽ ഷെയ്ഡിങ് ആണ്. നമ്പർ 4 ഈ ഫ്ലവറാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് എന്തൊക്കെ എഴുതിയതാണ് ഗൈസ്. ഇത് മൊത്തം പേര് എഴുതിയതാണ്. പിന്നെ ഇതാണ് ഗൈസ് ദിവ്യകാരുണ്യമേ പാട്ടാണ്. അപ്പം കുറച്ച് പഠിക്കാനുള്ളൂ കേട്ടോ, നമുക്ക് എത്ര പാടുണ്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഈ ദിവ്യകാരുണ്യമേ എന്ന പാട്ട് യൂട്യൂബിൽ പാടിയിട്ട് അപ്ലോഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പാടിയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ ഗൈസ്. കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ പഠിച്ചൊക്കെ കാര്യം വിശ്വസിച്ച് തരാതെ ചോറ് നമുക്കാണ്. എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. നെയ്ച്ചോറും പൊട്ടറ്റോ ഫ്രൈയും ചിക്കൻ പൊരിച്ച്. പൊട്ടറ്റോ ഫ്രൈ ഇല്ല എനിക്ക് കയ്യിലില്ല, പക്ഷേ ഞാൻ ചിക്കൻ പൊരിച്ച് നെയ്ച്ചോറാണ് തിന്നുന്നത് ഗൈസ്. ഓക്കെ, ഞാൻ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചും കൂടി തിന്നിട്ടേ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത്. കഴിക്കാം, ടേബിളിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോക്കാണ് ഗൈസ്. ഉറങ്ങി എഴുന്നേൽക്കട്ടെ. ബൈ ബൈ. ബൈ ബൈ. സീ യു.